ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എവിടെ വരെയായി പഠിത്തമൊക്കെ? ഒയുടെ എക്സാമിന് ഇനി വെറും 4 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി ഒട്ടും പഠിക്കാത്തവർക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലേ? അതുപോലൊരു സാഹചര്യത്തിലൂടെയാണ് ഞാനും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഞാൻ അവസാനത്തെ ഒരു റിവിഷൻ എന്ന രീതിയിൽ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ സുജയ് സാറിൻ്റെ ബ്ലൂ പ്രിൻ്റ് വന്നിട്ടുണ്ടായിരുന്നു, സെക്രട്ടേറിയറ്റ് ഒയുടെ. അപ്പോൾ അതിൽ വന്ന ടോപ്പിക്സ് മാത്രം എഴുതിയെടുത്തിട്ട് അത് മാത്രം പഠിക്കാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. കാരണം എനിക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവസാനത്തെ ഒരു ദിവസങ്ങളിൽ ഇതൊന്ന് നോക്കാമെന്ന് വേണ്ടിയിട്ട് എഴുതി വെച്ചതാണ് ഈ ഒരു ടോപ്പിക്സ്. ഇതിൽ സാറ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഒഴിവാക്കിയിട്ടുള്ള GK പോർഷൻസ് ആണ്. അതിൽ കറണ്ട് അഫയേഴ്സിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം എഴുതിയെടുത്തിട്ട് GK പോർഷൻസിൽ ഇത് മാത്രം നോക്കാനാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ഇനി വെറും 4 ദിവസമേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ തീർക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ മാക്സിമം തീർക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കൂടെ ഒന്ന് എന്താ പറയുക, ലാസ്റ്റ് PYQ സെക്ഷനോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട് തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനവും നായകരുമാണ്. പിന്നെ യൂറോപ്യന്മാരുടെ വരവ്, സംഭാവനകൾ, ഐക്യകേരള പ്രസ്ഥാനമുണ്ട്, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഗാന്ധിജി, പിന്നെ ഫ്രഞ്ച് വിപ്ലവം, അന്താരാഷ്ട്ര സംഘടനകൾ, മർദ്ദം, കാറ്റ്, താപനില, ഋതുക്കൾ, മാപ്പുകൾ, നദികൾ, അങ്ങനത്തെ കുറേ ടോപ്പിക്സ് ഉണ്ടല്ലോ, കുഞ്ഞായിട്ട് വരുന്ന ടോപ്പിക്സ്. അപ്പോൾ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതധികവും ഇപ്പോൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസിൽ ചോദിച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്തരപർവ്വത മേഖല, ഗതാഗതം, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ഹരിത വിപ്ലവം, നീതി ആയോഗ്, പഞ്ചവത്സര പദ്ധതികൾ, ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ലിസ്റ്റ്, മൗലികാവകാശം, റിട്ടുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പദ്ധതികൾ വരുന്നുണ്ട്, ദുരന്ത നിവാരണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സയൻസിൻ്റെ പോർഷൻസ് ആണ്. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ബേസ് ഇതിൽ വരുന്നത് സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, നെറ്റ്വർക്ക്, അത്രയേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ സാറ്. പിന്നെ സുപ്രധാന നിയമങ്ങൾ വരുന്നുണ്ട്. പിന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സിൽ വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട ഉച്ചകോടികൾ, മന്ത്രിസഭ, അത് ഇന്ത്യയുടേതും കേരളത്തിൻ്റെതും, പിന്നെ നോബൽ സമ്മാനത്തിൻ്റെതും, പിന്നെ സുപ്രധാന പദവികൾ, ഇപ്പോൾ ഒരുപാട് നിയമനം വന്നിട്ടുണ്ടല്ലോ പുതിയതായിട്ട്. അപ്പോൾ അത് മാറി വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിയിട്ട് പോകണം. പിന്നെ പിന്നെന്താ ഉള്ളത്, പിന്നെ നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഉണ്ടല്ലോ, അതിനകത്തുള്ള ഇംഗ്ലീഷ് ആണെങ്കിൽ പ്രധാനപ്പെട്ട ഗ്രാമർ പോർഷൻസ് എല്ലാം ഒന്ന് നോക്കിയിട്ട് പോവാം. പിന്നെ മലയാളം നല്ലത്, ഏറ്റവും കൂടുതൽ നല്ലത് നമ്മുടെ PYQ നോക്കുന്നതാണ്. പിന്നെ വരുന്നത് മാത്സ്, അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിയിട്ട്. അപ്പോൾ ഒന്നും പഠിക്കാൻ പറ്റാത്തവർക്ക് ഈ ഒരു ടോപ്പിക്സ് എങ്കിലും ഒന്ന് പഠിച്ചു പോകാൻ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്